എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാണ്. ഒരുപാട് നാളായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ചെറിയൊരു വീഡിയോ ആണ് എങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മഞ്ചേരി പൂരത്തിന് ഇന്നലെ ഇവിടെ തുടക്കമായിട്ടോ. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോ ആണ്. ഞാനിങ്ങനെ കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ട് രണ്ടും പാടെ ഒന്നാക്കിയിടുന്നു എന്ന് മാത്രം. എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ കുട്ടേട്ട റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ വെയിറ്റ് ചെയ്തു. ചെറിയ മകൻ എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റ് വരും. അപ്പോൾ അവനെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റ് 2 ആളും നല്ല ഉറക്കമായിരുന്നു. ബൈക്കിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നത് മഞ്ചേരി പാടാണ് കേട്ടോ. അപ്പോൾ താഴത്തായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ നമുക്കിവിടെ കയറി തൊഴാം എന്ന് പറഞ്ഞു. യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ ആ ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയത്. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ ഇവിടുത്തെ വരെ എത്തിയതല്ലേ, നമുക്കൊന്ന് കയറി തൊഴിലിട്ട് പോകാമെന്ന് വെച്ചു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് മ്യൂട്ട് ചെയ്യാതെ ഇട്ടതാണ്, മനഃപൂർവ്വം തന്നെ ഇട്ടതാണ്. കാരണം ഞങ്ങൾ കുറച്ച് ടൗണിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ കിളികളുടെയൊക്കെ ശബ്ദം ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കുള്ളൂ. മഞ്ഞല്ലേ. പിന്നെ എൻ്റെ നാട്ടിൽ പോകണം, ഒന്നല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊക്കെ പോകണം. അപ്പം നല്ല രസമാണ്. അവിടെ ഒരു 5 മണിക്ക് കാവിൽ പാട്ട് വയ്ക്കും. ആ പാട്ടും ഈ കിളികളുടെ ശബ്ദവും ഒക്കെ കേട്ട് എഴുന്നേൽക്കാൻ നല്ല രസമാണ് കേട്ടോ. അവിടെയുള്ള സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഡെയിലി കേൾക്കുന്നതല്ലേ. ഇപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ആ സമയത്ത് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ആരും ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൽ. കുറച്ച് 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് ശീവേലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അധികം ടൈമും ഇല്ല, കാരണം 2 മക്കളെ വീട്ടിൽ വെച്ചിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് തൊഴുത് ഇറങ്ങി. ഇവിടുത്തെ ക്ഷേത്ര കുളമാണ് കേട്ടോ. അത് മാത്രമല്ല, ചില ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഈ ഷോർട്സൊക്കെ. ഈ കുന്നത്തമ്പലത്തെ ഈ ഒരു ഭാഗത്തുള്ള ഷോർട്സ്. ഇത് ഒരു മഴയുള്ള ടൈമിൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ കുറച്ച് വേനലല്ലേ, അതിൻ്റേതായ ഒരു പച്ചപ്പൊക്കെ കുറവുണ്ട്. പക്ഷേ നല്ല മഴയുള്ളൊരു ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് വേറൊരു വൈബാണ് കേട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തെ ഷോട്ടാണിത്. ഇത് തലേ ദിവസം, അതായത് പൂരം മുളയിട്ട ദിവസമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ബസ്സിലൊക്കെ പോയത് അതിൻ്റെ പിറ്റേ ദിവസത്തെ ഷോട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടും പാടെ ഞാൻ മിക്സ് ആക്കി ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ശീവേലി കുട്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാ ദിവസവും നമുക്കിവിടെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഭക്ഷണം ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല, കാരണം തിരക്കല്ലേ. പിന്നെ ക്ഷേത്രത്തിൽ അങ്ങനെ കയറി ഞങ്ങൾ വേഗം തൊഴുത് ഇറങ്ങി കേട്ടോ. അധികം നേരം നിന്നില്ല. നമ്മൾ കുറച്ച് വഴിപാടൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇനി നാളെയും മറ്റന്നാളൊക്കെ അധികം വരും. ആ സമയത്ത് നമുക്കിനി വഴിപാടുകളെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുത് ഇറങ്ങി കേട്ടോ. അധികം ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് കണിക്കൊന്ന് അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. പക്ഷേ വിഷു അടുപ്പിക്കുമ്പോൾ നമുക്ക് മണപ്പിക്കാൻ പോലും കണിക്കൊന്ന് കിട്ടില്ല. അത് എല്ലാവിടെയും അങ്ങനെയാണോ എന്ന് എനിക്കൊന്ന് അറിയണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് കണിക്കൊന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പേരിനാണ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മളൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് നമുക്ക് ഈ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ വിഷുവിൻ്റെ ടൈമിൽ ഓരോ സ്ഥലത്ത് ഓരോരോ പലഹാരങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഞങ്ങളുടെ നാട്ടിൽ അടയാണ് ഉണ്ടാക്കുക. അത് നല്ല വാഴയിലല്ല ഉണ്ടാക്കുക. പ്ലാഷ് ഉണ്ടല്ലോ, പ്ലാഷ് പറഞ്ഞൊരു ഇലയിലാണ്, ഒരു മരത്തിൻ്റെ ഇലയിലാണ് ഞങ്ങൾ അട ഉണ്ടാക്കുക. ഈ ഇല പറിക്കാനായിട്ട് ഞങ്ങൾ കുട്ടികൾ, ഓരോ വീട്ടിലും കുട്ടികളുണ്ടാവുമല്ലോ, ഞങ്ങൾ കുട്ടികളാണ് പോവുക. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ തന്നെ ഒരു ഗ്യാങ് ആയിട്ട് ഒരു 10-20 കുട്ടികൾ ഒരു കവറും ഒക്കെ പിടിച്ച് പോകും. തോട്ടി ഉണ്ടാവും കേട്ടോ നമുക്ക് കണിക്കൊന്ന പറിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിട്ട് കണിക്കൊന്നയും പ്ലാഷിൻ്റെ ഇലയൊക്കെ ആയിട്ടൊരു വരവുണ്ട്. ഈ കണിക്കൊന്ന എപ്പോൾ കാണണോ അപ്പൊക്കെ എനിക്ക് ആ ഒരു മെക്കങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ അവിടെ അന്ന് പോയിരുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഞങ്ങൾ ആ പാടത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വരികയായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കുറേ കുട്ടേട്ടനോട് പറയും. പണ്ടത്തെ കാര്യങ്ങളൊക്കെ നല്ല രസമാണല്ലോ. നമുക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു ഇതൊക്കെ ഒരിക്കലും ഇനി തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു സത്യം നമുക്ക് ആ പ്രായത്തിലൊന്നും അറിയില്ലല്ലോ. ഇപ്പോഴാണ് അതൊക്കെ അതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ നല്ല കുറേ നാളുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, എന്തായാലും കാലം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലോ. നമ്മൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകണമല്ലോ അല്ലേ.
അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീടെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.